ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധരാധേ. സർവം രാധാകൃഷ്ണമയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനന്തപുരിയുടെ മണ്ണിൽ തലസ്ഥാന നഗരിയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മതീർത്ഥക്കരയിൽ കഴിഞ്ഞ 70 വർഷക്കാലമായി ഉയരുന്ന ഹരേ കൃഷ്ണ മന്ത്രവും ഒരു തമ്പുരുവും ഉണ്ട്. 70 വർഷത്തിനു മുമ്പ് കത്തിച്ചു വച്ച നിലവിളക്കിനു മുൻപിൽ ഒരാൾ ഒരു തമ്പുരുവുമായി തമ്പുരു നിലം തൊടിയിക്കാതെ തന്നെ ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോഴും ഇവിടെ ഈ കലിസന്ധരണ നാമജപത്തിനോ 70 വർഷമായി കത്തിച്ചു വെച്ച കിടാവിളക്കിനോ ഒരു മാറ്റവും സംഭവിച്ചില്ല. 24 മണിക്കൂറും ഹരേ കൃഷ്ണ മഹാമന്ത്രം അഖണ്ഡ നാമജപമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചൈതന്യ മഹാപ്രഭു ഭാരതമൊട്ടാകെയും പ്രത്യേകിച്ച് വൃന്ദാവനത്തിലും സഞ്ചരിച്ച് ശ്രീകൃഷ്ണ സത്യത്തെ, ചൈതന്യത്തെ ഏവരിലേക്കും പകർന്നുകൊടുത്ത ഗുരുനാഥനാണ്. ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പുനർജന്മമാണ് അഭേദാനന്ദ സ്വാമികൾ എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അഭേദാനന്ദ സ്വാമികൾ വൃന്ദാവനത്തിലേക്ക് പോവുകയും രാധയെ അറിയുകയും രാധയെ ആരാധിച്ചിരുന്ന കൃഷ്ണനെ അറിയുകയും ചെയ്തിരുന്നു. ശ്രീ രാധാറാണിയുടെ ചരണരേണുക്കൾ ബ്രഹ്മാദി ശങ്കരന്മാർക്കോ നാരദ ശുഗ ഭീഷ്മാദി ഭാഗവതോത്തമന്മാർക്കോ ആർക്കും തന്നെ ലഭിക്കുന്നതല്ല. ശ്രീ ഭഗവാൻ പോലും വളരെ കാലം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് രാധാറാണിയുടെ ചരണരേണുക്കളെ തൻ്റെ ശിരസിലണിയുവാൻ ഭാഗ്യം ലഭിച്ചത്. ഇങ്ങനെ നിരവധി വാക്കുകളിലൂടെ ഗുരുനാഥൻ വൃന്ദാവനത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ വൃന്ദാവനത്തിൻ്റെ ഭാഗം ഇന്നും അഭേദാനന്ദാശ്രമത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ രാധാപ്രേമത്തെ അറിയുന്നത് കൊണ്ടാണ് അഭേദാശ്രമത്തിൽ കൃഷ്ണവിഗ്രഹത്തിന് നേരെ എതിരെയായി രാധാറാണിയുടെ വിഗ്രഹവും ഉള്ളത്. ഉത്തരേന്ത്യൻ മാതൃകയിലാണ് ഇവിടെ രാധാറാണിയുടെ വിഗ്രഹമുള്ളത്. സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ലക്ഷ്മീഭാവത്തിൽ രാധാറാണിയെ നമുക്ക് കാണാൻ സാധിക്കും. ഹരേ രാമ മന്ത്രം അനേക കോടി മന്ത്രങ്ങളാൽ ആലേഖനം ചെയ്ത പീഠത്തിന് പുറത്താണ് രാധാദേവി സ്ഥാനം കൊള്ളുന്നത്. കൃഷ്ണനോടുള്ള ആരാധനയാണ് രാധ. ഹരേ കൃഷ്ണ. ഈ അഭേദാനന്ദ ആശ്രമം എല്ലാ ആശ്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇവിടെ അഖണ്ഡ നാമജപമൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഭക്തജനങ്ങൾക്ക് ഒരു വ്യക്തത പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭും ജാപകാരപാദം പരമം പവിത്രം അഭേദചന്ദ്രം മമ സദ്ഗുരും ച സർവാൻ ഗുരും സന്തതമാനതോസ്മി. നമ്മളിപ്പോ നിൽക്കുന്നത് അഭേദാശ്രമത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഖണ്ഡ നാമവേദിയുടെ മുന്നിലാണ്. ഇത് ശ്രീ അനന്തശായി പത്മനാഭന്റെ തിരുമുറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പണ്ട് തുളസി വനമായിരുന്നു. പത്മനാഭൻ ഇവിടെ നിന്നാണ് തുളസി അർച്ചനയ്ക്ക് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ മഹത്തായ പുണ്യസ്ഥലത്ത് ശ്രീ സദ്ഗുരു അഭേദാനന്ദ സ്വാമി തിരുവടികൾ തന്റെ ഗുരുനാഥനായ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി ക്ഷേത്രമാണ് പന്മന ആശ്രമം. പന്മന ആശ്രമത്തില് സമാധിയില് ശിവപ്രതിഷ്ഠയാണ്. ആ ശിവക്ഷേത്രത്തില് ആരതി നടത്തിയിട്ട് അതിലെ കർപ്പൂര ആരതിയിൽ നിന്നും 1955 ഫെബ്രുവരി 24-ാം തീയതി, ആലോചന അന്നത്തെ കാലം 55-ലാണ്, എളുപ്പമല്ല. അപ്പോൾ ഒരു ദീപം അവിടെ നിന്ന് കത്തിച്ചിട്ട് അത് നേരെ കൊണ്ടുവന്ന് ഈ പത്മനാഭന്റെ തിരുമുമ്പില് അദ്ദേഹം നമുക്ക് ദർശനം നൽകുന്നത് ശിവപൂജയില് യോഗനിദ്രയിൽ പള്ളികൊള്ളുകയാണ്. അദ്ദേഹത്തിന്റെ വലത്തേക്ക് നമ്മൾ കാണുമ്പോൾ അതിന് താഴെ ശിവനാണ്. അപ്പൊ ശിവനെ പൂജിച്ചുകൊണ്ട് യോഗനിദ്രയിൽ പള്ളികൊള്ളുന്ന അദ്ദേഹത്തിന്റെ മുന്നിലാണ് ഈ അഖണ്ഡനാമം സദ്ഗുരുനാഥൻ തുടങ്ങിയത്. ഇത് തുടങ്ങാനുള്ള കാരണം, പ്രേരണ എന്ന് പറയുന്നത്
ചട്ടമ്പിസ്വാമികൾ രചിച്ച വേദാതിവാദ നിരൂപണമാണ്. എല്ലാവർക്കും ഇന്ന ആളെന്നില്ല, ഇന്ന ജാതിയെന്നില്ല, ഇന്ന കൊച്ചു കുഞ്ഞോ വലിയ കുഞ്ഞോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഈ മന്ത്രം ജപിക്കാം എന്നുള്ളത് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്ത് കൊണ്ടുവന്ന് ലോകശാന്തിക്കായിട്ടാണ് ഈ നാമവിധി സ്ഥാപിച്ചിരിക്കുന്നത്. ലോക സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് സ്വാർത്ഥതയല്ല. എല്ലാവരും പറയണത് ജപിച്ചാൽ അവർക്ക് അവരുടെ പുണ്യം കിട്ടുക, അവർക്കല്ല കിട്ടുന്നത്. ഈ ലോകം മുഴുവൻ ഇതിന്റെ ആ ഒരു റേഞ്ച് എല്ലാവരും എത്തും. മന്ത്രശക്തി അങ്ങനെയാണ്. ഈ മന്ത്രം എന്ന് പറയുന്നത് കലിസന്ത്രണോ ഉപനിഷത്ത് എന്നാണ് ഇന്നെ പറയുന്നത്. ഉപനിഷത്ത് എന്ന് പറയുന്നതിലേക്ക് മന്ത്രരാജനായിട്ടാണ് ഈ മന്ത്രത്തെ മഹാത്മാക്കൾ വാഴ്ത്തുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ലോകം മുഴുവൻ കലി ബാധിച്ചു. അപ്പൊ അത് ദ്വാപരയുഗമാണ്, പിന്നെ കലിയുഗമായി. കലി എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഒരാളെ നോക്കിയാൽ വൈരം ഉണ്ടാവും, അത് കലഹം ഉണ്ടാവും. ആ കലഹത്തിൽ നിന്നാണ് കലി എന്നുള്ളത് വന്നത്. അപ്പൊ അതിനെ കണ്ടിട്ട് നാരദ മഹർഷി ഇത് കണ്ടപ്പോഴത്തേക്ക് വലിയ പ്രയാസം, ദുഃഖമുണ്ടായി. കാരണം ആളുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരത്തോട് നടക്കുക, ആരും സമാധാനം ശാന്തി എന്നുള്ളില്ല. ഇത് കണ്ട അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖമുണ്ടായി. സാധുക്കൾ അപ്പോഴും അങ്ങനെയാണ്, അന്യരുടെ ദുഃഖം മാറ്റാനായിട്ട് അവർ ആ ദുഃഖത്തെ സ്വീകരിച്ചിട്ട് അത് മാറ്റി കൊടുക്കും. നമ്മൾ അങ്ങനെയല്ല, മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ ദുഃഖം ഉണ്ടാക്കാന്ന് നോക്കും. അപ്പോൾ നാരദൻ ഇത് കണ്ടിട്ട് വലിയ പ്രയാസമായി. അങ്ങനെ അദ്ദേഹം തന്റെ പിതാവായ ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്നു ചോദിച്ചു, ഇങ്ങനെ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുന്നു, ത്രാഹി ത്രാഹി, ഒരു സമാധാന ശാന്തിയില്ല, ഇതിന് രക്ഷപ്പെടാൻ എന്താണ് പിതാവ് ഒരു മാർഗം? ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം അരുളി ചെയ്ത് കൊടുത്ത മന്ത്രമാണ് ഈ നമ്മൾ കേൾക്കുന്ന കലിസന്ത്രണോ ഉപനിഷത്ത്. 8 പ്രാവശ്യം ഹരി എന്നുള്ള നാമവും, 4 പ്രാവശ്യം രാമൻ എന്നുള്ള നാമവും, 4 പ്രാവശ്യം കൃഷ്ണൻ എന്നുള്ള നാമവും കൂടെ ചേർത്ത് ഈ മന്ത്രത്തെ ഷോഡശ മന്ത്രമായിട്ട് ഉപദേശിച്ചു കൊടുത്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭയങ്കര രാധാഭാവം നിറഞ്ഞു നിൽക്കുന്ന മന്ത്രവുമാണിത്. ഗോലോകത്തില് രാധയും കൃഷ്ണനും കൂടെ ഒരുമിച്ചായിരിക്കരുത്. അപ്പോ ഈ മന്ത്രത്തിന്റെ സൃഷ്ടാവെന്ന് പറയുന്നത് ശരിക്കും ഗോലോകമാണ്. ഇത് ചൈതന്യ മഹാപ്രഭു, ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവാണ് നവദ്വീപിൽ അവതരിച്ചിട്ട് ഉത്തരേന്ത്യയിലെ തെക്കേ ഇന്ത്യയിലേക്ക് ഈ മന്ത്രത്തെ പ്രചരിപ്പിച്ചത്. മഹാപ്രഭു ചൈതന്യ സമ്പ്രദായമാണിത്. അപ്പൊ അവരാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം പ്രചരിപ്പിച്ചത് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവ. അതിനുശേഷം നമ്മുടെയൊക്കെ ആശ്രമത്തിലെ എല്ലാവരുടെയും പൂർണ്ണമായ വിശ്വാസം ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത അവതാരമാണ് കേരളത്തില് പാറശാല അഭേദാനന്ദ സ്വാമികൾ എന്ന രീതിയിൽ അവതരിച്ചത്. അദ്ദേഹം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള രീതിയിൽ ഈ മന്ത്രം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക. ഇത് ഇന്നടമൊന്നുമില്ല, ഇതിന്റെ റേഞ്ച് എല്ലാവരും എത്തും. ഈ മന്ത്രശക്തി പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. മന്ത്രത്തിന് മന്ത്രിക്കേണ്ടതാണ് മന്ത്രം. മന്ത്രം എന്ന് പറയുമ്പോൾ മന്ത്രിക്കേണ്ടതാ. അപ്പൊ മന്ത്രിക്കുന്നത് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹൃദയം അതിൽ ചേരണം. ഹൃദയത്തോടു കൂടി, ഹൃദയശുദ്ധിയോടുകൂടി വേണം മന്ത്രങ്ങൾ പറയുവാൻ. സാധാരണ വാക്കുകൾ പോലെ അല്ല മന്ത്രം. അപ്പൊ ഓരോ മന്ത്രത്തിനും ഓരോ ശക്തിയുണ്ട്. 8 പ്രാവശ്യം ഹരി എന്ന് പറഞ്ഞു, അതിൽ 8 ഹരിയുടെ ഭാവങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഹരി എന്ന് പറയുമ്പോഴത്തേക്ക് വിഷ്ണു ഭഗവാനെയാണ് എല്ലാവരും പറയുന്നത്. ഹരി വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോ ഹരി വിഷ്ണു ആകുമ്പോ ആ ശബ്ദത്തിന്റെ കൂടെ വരുന്ന ഭാവമാണ് ഹരൻ എന്നുള്ളത്. ഹരി എന്ന് പറയുമ്പോൾ ഹരനും അതിൽ തെളിഞ്ഞു കാണുന്നു. കാരണം എന്താണ്? നമ്മൾ ഉത്തരേന്ത്യയിൽ ചെന്നാല് ഹരിദ്വാർ. അപ്പൊ ഹരി എന്നുള്ളതിന്റെ ഭാവം പോലെ തന്നെയാണ് ഓരോ നാമത്തിലും അതിൻ്റെതായ ഭാവങ്ങൾ തെളിഞ്ഞു കാണാം. അത് മനസ്സിലാകുന്നവർക്ക് ആ ഭാവം അറിയാന്നുള്ളതൊക്കെ അറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ECGയുടെ റിസൾട്ട് കണ്ടാല് കാണുന്ന കാർഡിയോളജിസ്റ്റ് ഡോക്ടർക്ക് അതിന്റെ രസം അറിയാവും.
നമ്മൾ നോക്കിയ വെറും വരകളേ ഉള്ളൂ. അപ്പൊ അതിനേക്കാളും പവറാണ് മന്ത്രത്തിന്. ഇപ്പൊ രാമ എന്ന് പറയുമ്പോ പ്രത്യേകം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ദാശരഥി പുത്രനായ സീതാപതിയായ ജഗത്പതിയായ ശ്രീരാമചന്ദ്രന, കോദണ്ഡകാരിയ. ആ രാമനെ നമ്മൾ അപ്പൊ രാമ എന്ന് പറയുമ്പോൾ രാമൻ മുമ്പ് വന്നിരിക്കുന്നത് കോദണ്ഡകാരിയായ രാമനാണ്. പക്ഷെ അതില് രാമൻ എന്ന് പറയുമ്പോൾ കേരളത്തെ മുഴുവൻ സൃഷ്ടിച്ച് കേരളത്തിന്റെ ആളുകളുടെ ദുഃഖം മാറ്റിയ പരശുരാമന്റെ ഭാവം അതിലുണ്ട്, അനുഗ്രഹം അതിൽ വരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ. പിന്നെ രാമ എന്ന് പറയുന്നത് ഈ പറയുമാതിരി കൃഷ്ണന്റെ ജ്യേഷ്ഠൻ ബലരാമന്. അപ്പൊ അദ്ദേഹം പറയും പോലെ എന്നെയും വിളിക്കുകയാണ് എന്ന് വേണ്ടി ബലരാമന് ഓടി വരും. പിന്നെ പറയുന്നത് രാമ എന്ന് പറയുന്നത് മന്ത്രദേവതയാണ്. ഈ രണ്ട് മന്ത്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ടാണ് രാമ എന്നുള്ള ശബ്ദം വന്നിരിക്കുന്നത്, പ്രകടമായിരിക്കുന്നത്. ശൈവ വൈഷ്ണവ ശക്തിയാണ് രാമൻ എന്നുള്ള മന്ത്രത്തില് തെളിഞ്ഞു കാണുന്നത്. അപ്പൊ നാരായണായ എന്ന് പറയുന്നത് വൈഷ്ണവ മന്ത്രം, നമശിവായ എന്ന് പറയുന്നത് ശൈവ മന്ത്രം. അപ്പൊ ഇതിന്റെ രണ്ടും ബീജാക്ഷരങ്ങളാണ്. നാരായണയുടെ ബീജാക്ഷരമാണ് രാ എന്നുള്ളത്. രാ മാറിയാൽ അർത്ഥം മാറും, നാരായണ അപ്പൊ അർത്ഥം മാറിപ്പോകും. നമശിവായാലും മാ എന്നുള്ളത് ബീജാക്ഷരമാണ്. മാ മാറിയാല് നാ ശിവാണ്, അപ്പൊ നേരെ അർത്ഥം തിരിയുന്നു. അപ്പൊ അതല്ലാണ്ട് കൊണ്ടുവരുന്നതാണ് രാമ എന്നുള്ളത്. അപ്പൊ ആ രാമ എന്നുള്ളത് മന്ത്രദേവതയാണ്. ഇത് തന്നെ വിഷ്ണു സഹസ്രനാമത്തില് കൈലാസത്തില് ശിവൻ പാർവതിക്ക് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തുല്യം രാമനാമ വരാനിനെ. അപ്പൊ ഇത് രാമ മന്ത്ര ദേവതയും കൂടെ ഇതിലെത്തുന്നു. ഇതുപോലെ തന്നെയാണ് കൃഷ്ണനാമം എന്ന് പറയുന്നതിലും. കൃഷ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് യശോദ കൃഷ്ണനായിട്ട് ആമ്പാടിയിൽ ഓടി നടന്ന വെണ്ണകൃഷ്ണനായിട്ട്, ഗോപിമാരുടെ കൃഷ്ണനായിട്ട്, രാധാകൃഷ്ണനായിട്ട് തെളിഞ്ഞു നിന്ന യശോദാകൃഷ്ണന്റെ ആ അനുഗ്രഹമാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. പിന്നെയുള്ളത് ദേവകി കൃഷ്ണനാണ്. മധുരയില് വസുദേവർക്കും ദേവകിക്കും കൃഷ്ണന്റെ അവതാരം, ഇതിലൊരു സീക്രട്ട് ഉണ്ട്, ഒരു രഹസ്യമുണ്ട്. കൃഷ്ണന്റെ അവതാരം നമ്മൾ വിചാരിക്കുന്ന പോലെ കേൾക്കുന്ന പോലെ അല്ല. ദേവകി പുത്രൻ എന്ന് പറയുന്നത് വസുദേവന് മുഖത്ത് ഭയങ്കര ആനന്ദം കണ്ടപ്പോ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് തങ്ങലേക്ക് ഇട്ടേക്കാം. ദേവകിക്ക് എന്താ ഇത്ര ആനന്ദം ഈ ദുഃഖത്തിനകത്തെന്ന്. അപ്പോൾ പറയും മൈസയിൽ തൊട്ട് പാദം വരെ വിഷ്ണുവിന്റെ രൂപം വർണ്ണിച്ചു കൊടുക്കുക. Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama ഇത് സദ്ഗുരു അഭേദാനന്ദ സ്വാമിയുടെ ശ്രീവിഗ്രഹമാണ്. അതിന് തൊട്ട് മുമ്പ് ഇരിക്കുന്നത് വേദഭഗവാൻ എന്നാണ്. 108 ഉപനിഷത്തുക്കളും 4 വേദങ്ങളും കൂടെ ഒരുമിച്ച് ഒരേ ആയിട്ട് വേദഭഗവാൻ എന്നുള്ള രീതിയിൽ അഭേദാനന്ദ സ്വാമികളുള്ള സമയത്ത് ഗോരഖോട്ടസിലാണ് ഇത് പ്രിന്റ് ചെയ്തത്. അവരിവിടെ കൊണ്ടുവന്ന് അവിടെ പ്രശ്നം വെച്ചിരുന്നു. അപ്പൊ നാമം മുഴങ്ങെടുത്ത് വേണം വയ്ക്കാൻ. അങ്ങനെ കൊണ്ടുവന്നതാണ് വേദഭഗവാൻ എന്നുള്ളത്. അഭേദാശ്രമം എന്ന് പറയുമ്പോ ഇതൊരു വൃന്ദാവനമാണ്. രാധയും കൃഷ്ണനും എവിടെ നിൽക്കുന്നു അവിടെ വൃന്ദാവനം. ഇവിടുത്തെ ഈ ആദ്യത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ ദീപമാണ്, അഖണ്ഡ ജ്യോതിയ. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ബാലകൃഷ്ണൻ വന്നു. കൊച്ചു കുഞ്ഞ ബാലകൃഷ്ണനെ നോക്കിക്കൊണ്ട് കിശോരിയായ രാധയും വന്നു. ഇങ്ങനെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് ഈ തെക്കേ ഇന്ത്യയിൽ വേറൊരിടത്തും കാണാൻ സാധിക്കില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. രാധാദേവി കിശോരിയും കൊച്ചു കുഞ്ഞായ ബാലകൃഷ്ണനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഒരു
മഹത് ദർശനമാണ് ഈ അഭേദാശ്രമത്തില് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും താഴെയായിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ഗുരുനാഥൻ കൂടെ എഴുതി എല്ലാവരും കൂടെ എഴുതിച്ച് അങ്ങനെ വെച്ച നാമങ്ങള് 3.5 കോടി വീതം രണ്ടുപേരുടെയും താഴെ അഷ്ടബന്ധമല്ല നാമബന്ധത്തിലാണ് ഇവരെ രണ്ടുപേരെയും ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ മഹത്വം അറിഞ്ഞ് അദ്ദേഹം അഭേദാശ്രമം മഹാമന്ത്രാലയം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മഹത്വം നമ്മൾ ഇവിടെ വന്നാലേ അറിയാവൂ, വന്ന് നമ്മൾ കാണുക. ശ്രീകൃഷ്ണൻ തന്നെയാണ് രാധ. അനന്തപുരിയിലെ വൃന്ദാവനമായി അഭേദാനന്ദാശ്രമം മാറുന്നത് ഇങ്ങനെയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അഭേദാനന്ദ സ്വാമികൾ പറഞ്ഞത്, കർത്താവും അള്ളാഹുവും ബ്രഹ്മവും എല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു കൈയിൽ വെണ്ണയും മറുകൈയിൽ ഓടക്കുഴലുമായി നിൽക്കുന്ന ബാലഗോപാലനാണ്. അതിനാൽ എല്ലാ മതസ്ഥർക്കും പ്രവേശനമുള്ള ഈ ക്ഷേത്രഭൂമിയിലെ പ്രതിഷ്ഠ ബാലഗോപാലൻ തന്നെ ആകട്ടെ. വെണ്ണ കൊണ്ട് മുഴുക്കാപ്പ് ചാർത്തിയ ഭഗവാനെ കണ്ട് സ്തുതിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.